അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്നു. അതേപോലൊരു കേസ് ജനുവരി 31. അതുപോലൊരു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അത് മാർച്ച് 21. പക്ഷേ അവസാനം അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് ജാമ്യം കിട്ടുന്നു. ഹേമന്ത് സോറൻ ഇപ്പോഴും കിട്ടുന്നില്ല. സുപ്രീം കോടതി രണ്ടുപേരോടും രണ്ട് നിലപാടാണോ സ്വീകരിക്കുക? സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം കഴിഞ്ഞ ദിവസം ഉണ്ടായി. സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡൻ്റായിട്ട് കപിൽ സിബൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കപിൽ സിബൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പ്രമുഖരായ അഭിഭാഷകരിൽ ഒരാളാണ്. ഏറ്റവും കൂടുതൽ പേ ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന അഭിഭാഷകരിൽ ഒരാളാണ്. കാരണം സുപ്രീം കോടതിയിൽ ഒരു 100 crore ക്ലബ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മാസം 100 കോടി രൂപ വരുമാനമുള്ള അഭിഭാഷകരുടെ ഒരു ക്ലബ്ബ്. അത് ഒരു ക്ലബ്ബ്, അങ്ങനെ ഒരു ആസ്ഥാനമൊന്നും കാണിക്കാൻ പറ്റില്ല, അത് പറച്ചിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്യാങ്ങിൽ പെടുന്ന ഒരാളാണ് കപിൽ സിബൽ. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇന്നലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റെ ഒരു പോസ്റ്റ് എക്സിൽ വരികയുണ്ടായി. വളരെ സെക്കുലർ ലിബറൽ ഒക്കെ ആയിട്ടുള്ള കപിൽ സിബൽ സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നു. ഇത് മോദി വീഴും എന്നതിൻ്റെ തെളിവാണ്. കാരണം രാജ്യത്ത് അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ മാറി ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് മോദി വിരുദ്ധനായ കപിൽ സിബൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ആണ് ജയറാം രമേശിൻ്റെ പോസ്റ്റ്. ഈ കപിൽ സിബലിനെ കുറിച്ച് നമ്മൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സജീവമായി കേട്ടത് CAA സമരകാലത്താണ്. CAA സമരത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത ആളായിരുന്നു കപിൽ സിബൽ. ഷഹീൻബാദിൽ റോഡൊക്കെ ഉപരോധിച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരം നടക്കുന്ന ഈ സമരത്തെയൊക്കെ കപിൽ സിബൽ വലിയ തോതിൽ പിന്തുണച്ചിരുന്നു. ഇത് മാത്രമല്ല, അതെല്ലാം കഴിഞ്ഞ് CAA ആ പ്രക്ഷോഭമൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞ് പിന്നീട് കപിൽ സിബൽ വന്ന് പറഞ്ഞിരുന്നു CAA സമരത്തിൽ വലിയ കാര്യമൊന്നുമില്ല, അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒന്നും ബാധിക്കില്ല എന്ന്. അപ്പോൾ കപിൽ സിബലിൻ്റെ ഒരു സ്റ്റാൻഡ് അതാണ്. പക്ഷേ അദ്ദേഹം വലിയ ഗ്രേറ്റ് അഡ്വക്കേറ്റാണ്, വലിയ ലീഗൽ നിയമജ്ഞ എന്ന നിലയിൽ വലിയ പ്രതിഭാശാലിയാണ്. അദ്ദേഹമാണ് ഹേമന്ത് സോറൻ്റെ അഭിഭാഷകൻ. അപ്പോൾ ഞാൻ സാന്ദർഭികമായി ഇതിലൂടെ പുതിയ ഇൻഫർമേഷൻ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ സുപ്രീം കോടതി, അപ്പോൾ ഈ അഭിഭാഷകൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ അറിയണമല്ലോ. അതായത് ഇവിടുത്തെ പുരോഗമന, ഇടതുപക്ഷ, വിപ്ലവ, ലിബറൽ വാദികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ് കപിൽ സിബൽ. അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള വലിയ ആദരണീയമായ പദവിയിലിരിക്കുന്ന ആളാണ് ഹേമന്ത് സോറൻ്റെ വക്കീൽ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അദ്ദേഹം ഈ കേസ് തുടങ്ങിയപ്പോൾ തന്നെ സഞ്ജയ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഇവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തത്. ഇതേ ബെഞ്ചിൽ തന്നെയാണ് ഹേമന്ത് സോറൻ്റെ കേസും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ജാമ്യം കൊടുക്കാത്തതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള പെറ്റീഷൻ ആയിരുന്നു ഹൈക്കോടതി മുമ്പാകെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കേസ് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കോടതി ആദ്യം തന്നെ നയം വ്യക്തമാക്കിയിരുന്നു, ഇൻ്ററിം ബെയിൽ, ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കും. അദ്ദേഹത്തിൻ്റെ പെറ്റീഷനില്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം തനിക്ക് ജാമ്യം വേണമെന്നേ ആയിരുന്നില്ല, ജാമ്യം വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോടതി ഇങ്ങനെ സൂചന നൽകി, ഞങ്ങൾ ഇയാൾക്ക് വേണമെങ്കിലും ഞങ്ങൾ തരും, എടുത്തുകൊണ്ട് പോടാ എന്ന ലൈനായിരുന്നു കോടതിയുടെ. അങ്ങനെ പറഞ്ഞപ്പോൾ കപിൽ സിബൽ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കക്ഷിക്കും അങ്ങനെയാണെങ്കിൽ ഇതേ പരിഗണന തരണം, ഉടനെ ആലോചിക്കാം, പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് കെജ്രിവാളിന് ഇൻ്ററിം ബെയിൽ, ഇടക്കാല ജാമ്യം കൊടുക്കുന്ന തലേന്ന് വന്നിട്ട് പറഞ്ഞു, കോടതി ഇപ്പോഴെങ്കിലും എൻ്റെ കേസൂടെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഈ കേസ് കാലഹരണപ്പെട്ടു എന്ന് നാളെ നിങ്ങൾ പറയും. കാരണം ദില്ലി ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കാതിരിക്കുകയാണ്. അത് പരിഗണിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ കൊടുത്തിട്ടുള്ള ആ കേസ് പരിഗണിക്കണം, ദില്ലി ഹൈക്കോടതിക്ക് ഉത്തരവ് കൊടുക്കണം എന്ന് പറഞ്ഞ ഹർജിക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് എൻ്റെ കേസും കെജ്രിവാളിൻ്റെ കേസ് പോലെ ഒരു ഇൻ്ററിം ബെയിലിന് ഫിറ്റായ കേസായി പരിഗണിക്കണമെന്ന് ഇദ്ദേഹം അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ കോടതി ഗൗനിച്ചില്ല. ആരെ? ഇത്രയും സ്വാധീനമുള്ള കപിൽ സിബലിനെ. അതുകൊണ്ടാണ് കപിൽ സിബൽ ഇപ്പോൾ ആരാണെന്ന് ഞാൻ ആദ്യമേ ഇടയ്ക്ക് കയറി പറഞ്ഞത്. പരിഗണിച്ചില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഈ കേസ് വന്നപ്പോൾ 2 കേസുകളും വിധി പറയാൻ ഒരേ ദിവസം ആണ് നിശ്ചയിച്ചത്. കെജ്രിവാളിന് ജാമ്യം കൊടുത്ത അതേ ദിവസം തന്നെ ഹേമന്ത് സോറൻ്റെ കേസും ഈ ഡിവിഷൻ ബെഞ്ച് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കോടതി ആദ്യം എന്ത് ചെയ്തു, ഇൻ്ററിം ബെയിൽ അരവിന്ദ് കെജ്രിവാളിന് കൊടുത്തു. അത് കഴിഞ്ഞ് ഹേമന്ത് സോറൻ്റെ കേസെടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ദില്ലി ഹൈക്കോടതിയിലെ കേസിൻ്റെ നടപടി ഹൈക്കോടതി പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ആ ഹൈക്കോടതി നടപടി എടുത്തല്ലോ, ഇനി കേസിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കപിൽ സിബൽ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഇത് തന്നെ പറഞ്ഞിരിക്കും, ഇത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഹൈക്കോടതിയുടെ ഡെഡ് ലൈനിൻ്റെ ദിവസം വരെ ഇത് മാറ്റിക്കൊണ്ടുപോയ ഹൈക്കോടതി
അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ കേസ് നിങ്ങൾ തള്ളും എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ മുതൽ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കേസ് കൂടെ ഇതുപോലെ പരിഗണിക്കൂ എന്ന് പറഞ്ഞു. നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞിട്ട് കോടതി അത് ഡിസ്പോസ് ചെയ്തു. വീണ്ടും കപിൽ സിബൽ കെജ്രിവാളിന് കൊടുത്ത അതേ പരിഗണന തനിക്ക് വേണം, തനിക്കും ഇൻ്ററിം ബെയിൽ വേണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞു, അരവിന്ദ് കെജ്രിവാളിനെ പോലെ എൻ്റെ കക്ഷിയും ഹേമന്ത് സോറനും ED കേസിലെ പ്രതിയാണ്. പക്ഷേ ED കേസിൽ കെജ്രിവാളിനെ പോലെയല്ല, 9 തവണ സമൻസ് കൊടുത്തിട്ടും ഹാജരാവാത്ത കെജ്രിവാളിനെ പോലെയല്ല ഹേമന്ത് സോറൻ EDയെ അനുസരിച്ചു, അറസ്റ്റിന് വഴങ്ങി, അറസ്റ്റ് ചെയ്തപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു, രാജ്യത്തെ നിയമവാഴ്ച അംഗീകരിച്ചു, എല്ലാ കാര്യവും ചെയ്തു. മാത്രമല്ല അദ്ദേഹവും മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മത്സരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനും ഇലക്ഷൻ പ്രചരണം നടത്താൻ അവകാശമുണ്ട്. അതുകൊണ്ട് കെജ്രിവാളിന് കൊടുത്ത അതേ അവകാശങ്ങൾ എനിക്കും തരണം എന്ന് പറഞ്ഞു. കോടതി സമ്മതിച്ചില്ല. അപ്പോൾ കപിൽ സിബൽ ഇന്നലെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കക്ഷിയും 2-ാം തീയതി കെജ്രിവാളിനെ പോലെ കീഴടങ്ങാം, ആ കണ്ടീഷനോടുകൂടി എനിക്ക് ജാമ്യം തരുമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു ഇല്ല, ജാമ്യം തരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി ചെയ്ത കാര്യം, കാരണം നമ്മുടെ നാട്ടിൽ ഈ വെക്കേഷൻ കോടതിക്ക് പോകും. പണ്ട് ഈ വെക്കേഷൻ എന്ന് പറയുന്നത് വലിയ തമാശയാണ്. കാരണം സ്കൂളുകൾക്ക് വെക്കേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? 2 മാസം അധ്യാപകർക്കും കുട്ടികൾക്കും ഉല്ലസിച്ച് നടക്കാനല്ല, കാരണം അടുത്ത വർഷത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് അവധിയാണ്, സ്കൂൾ നവീകരിക്കുക, സിലബസ് പരീക്ഷാ പേപ്പർ നോക്കുക, ഇങ്ങനെ ഒരുപാട് ജോലികൾ അധ്യാപകർക്ക് വെക്കേഷൻ കാലത്തൊന്നും ചെയ്യാനുണ്ട്. അത്തരം വെക്കേഷൻ അല്ല നമ്മുടെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കുള്ളത്. കാരണം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്നപ്പോൾ ജഡ്ജിമാരായിരുന്നവരൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് 2 മാസം വെക്കേഷന് നാട്ടിലേക്ക് പോകണം. അതിനാണ് വെക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. കപ്പലിലൊക്കെ ആയിരിക്കും. അതെ, അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുക, കപ്പലിലൊക്കെ പോയിക്കൊണ്ട് 2 മാസം അവധി. അവർ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞും നമ്മുടെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും വെക്കേഷനുണ്ട്. അങ്ങനെ വെക്കേഷന് 21-ാം തീയതി ഈ കോടതി പിരിയുകയാണ്. എന്നിട്ട് ദീപാങ്കർ ദത്തയും ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്തയും സഞ്ജയ് ഖന്നയും ഉൾപ്പെടുന്ന കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി ഇന്നലെ തീരുമാനിച്ചത് ED ഒരു സത്യവാങ്മൂലം തരിക, എന്നിട്ട് അത് ഇനി വെക്കേഷൻ കോടതി പരിഗണിക്കും 21-ാം തീയതി എന്ന് പറഞ്ഞ് കോടതി കേസ് പോസ്റ്റ് ചെയ്തു. അതായത് കെജ്രിവാളിന് ജാമ്യം കൊടുത്ത, ഇടക്കാല ജാമ്യം ചോദിക്കാതെ കൊടുത്ത ജസ്റ്റിസുമാരായ സഞ്ജയ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് അതേ ആവശ്യമായി സമാന സാഹചര്യത്തിൽ വന്ന സോറന് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ കേസ് ഇനി പരിഗണിക്കുന്നത് പോലും അവരല്ല, വെക്കേഷൻ കോടതിയാണ് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പരിഗണിക്കുന്നില്ല. അപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു, രാജ്യത്ത് അസാധാരണമായ ഒരു വിധിയാണ് വന്നത്. പലരും പറയുന്നു ഇത് പതിവില്ല, ഒരു പ്രത്യേക പരിഗണന കെജ്രിവാളിന് കൊടുത്തു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് എന്ന് അമിത്ഷാ പറയുകയുണ്ടായി. ഇത് മനു അഭിഷേക് സിംഗ്വി കോടതിയെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു, രാജ്യത്തെ ഒരു വലിയ മന്ത്രി, പേര് പറഞ്ഞു, ഒരു വലിയ മന്ത്രി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതേ ബെഞ്ച് കോടതി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ അമിത്ഷാ മന്ത്രി പറയും, ഏതെങ്കിലും മന്ത്രി അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിമാർക്ക് മാത്രമല്ല ആർക്കും ഫെയർ ക്രിറ്റിസിസം ആകാം, അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ആ വിമർശനമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്കും ഒരു സംശയം, ഈ കോടതി നടപടികൾ ഇന്നലെ ഇന്നുമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല, നമ്മുടെ മാധ്യമങ്ങളിൽ വരത്തില്ല. കാരണം കെജ്രിവാളിന് കിട്ടിയ നീതി സോറന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അയാൾ BJP-കാരനുമല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഹേമന്ത് സോറൻ, മാത്രമല്ല പവർഫുൾ മുഖ്യമന്ത്രി. അയാൾക്ക് ഇത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കെജ്രിവാളിന് എന്തോ പ്രത്യേക പരിഗണന കിട്ടിയെന്നൊരു തോന്നൽ ഉണ്ടായാൽ കെജ്രിവാളിനെ ഹീറോ ആക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇത് വായിച്ചപ്പോൾ നമുക്കും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ ഒരു ഫെയർ ക്രിറ്റിസിസം നമുക്കും നടത്താമെന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പറയുന്ന പോലെ ഹേമന്ത് സോറനെ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണോ അറിയില്ല. ഏതായാലും ഹേമന്ത് സോറന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചാരണത്തിനിറങ്ങാൻ ജാമ്യം കിട്ടാൻ പോകുന്നില്ല. അതേതാണ്ട് തീരുമാനമായി. 21-ാം തീയതിയാണ് വെക്കേഷൻ ജഡ്ജി ഇത് പരിഗണിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ വെക്കേഷൻ ജഡ്ജിയുടെ മുന്നിൽ വെക്കേഷൻ കോർട്ടിൽ എത്തുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പുതുതായി നടത്തേണ്ടി വരും. അപ്പോൾ സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ കപിൽ സിബൽ ഹാജരായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ അതിശക്തനായ വക്താവായ കപിൽ സിബൽ ഹാജരായിട്ടും അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ഇടക്കാല ജാമ്യം ഹേമന്ത് സോറന് കിട്ടുന്നില്ല. ഇത് രാജ്യത്തെ
നീതിന്യായ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ ചർച്ചയിൽ നമ്മളും പങ്കാളിയാകുന്നു. ഫെയർ ക്രിറ്റിസിസമാണ്. ഇപ്പോൾ ഈ ഹേമന്ത് സോറിന് സ്വാഭാവികമായിട്ടും തൻ്റെ പാർട്ടിയിലെ ആളുകൾ മത്സരിക്കാനുണ്ട്. അപ്പോൾ അവിടെ പോയി പ്രചരണം നടത്താൻ ഈ പറയുന്ന ഈ AAP-യെക്കാട്ടിയും കൂടുതൽ പ്രാമുഖ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആളുകൾക്കുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായ ഒരു പൗരൻ എന്ന നിലയിലും പുള്ളിക്ക് അതിനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് കോടതി അത് പരിഗണിക്കാത്തത്? അല്ല, അതിൻ്റെ ഉത്തരം കോടതിക്ക് പറയാൻ പറ്റുള്ളൂ. സിനുജി, ഒരു വേറെ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് നിയമം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? ഒന്ന്, നിലവിലുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കാലങ്ങളായി ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ, അതിനൊരു നിയമത്തിൻ്റെ പോലെ ഒരു സാധനം ഉണ്ടാവും, ഒരു ബലം ഉണ്ടാവും, ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും. പിന്നെയുള്ളത് നിയമം ഉണ്ടാകുന്നത് സംസ്ഥാന നിയമങ്ങളും പാർലമെൻറ്റും പാസ്സാക്കുന്ന നിയമങ്ങൾ, ആക്റ്റുകൾ. മറ്റൊന്ന്, സുപ്രീം കോടതി കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ച ചില ഉത്തരവുകളുണ്ട്, അതിങ്ങനെ വേണം, ഇതാണ് എന്നൊക്കെ പറയുന്നത്. ചില കാര്യങ്ങൾ, ചിലത് സർക്കാർ, ഈ പാർലമെൻറ്റുകളും നിയമസഭകളും പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്ന ജോലിയാണ് സുപ്രീം കോടതികളുടെ. അതിന് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണഘടനയുടെ സത്തയ്ക്ക് നിരക്കാത്ത നിയമങ്ങളുണ്ടായാൽ അത് അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ചില സമയങ്ങളിൽ സുപ്രീം കോടതി ഇപ്പോൾ ഹർത്താൽ നിരോധിച്ചു, ബന്ദ് നിരോധിച്ചു. അത് ആര് പാസ്സാക്കിയതല്ല, നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയ നിയമമല്ല, സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അപ്പം നിയമങ്ങൾ സുപ്രീം കോടതി ഉത്തരവുകളുടെ രൂപത്തിൽ വരും, സുപ്രീം കോടതി എടുക്കുന്ന നടപടികളുടെ ഭാഗമായിട്ട് വരും. ഈ മുൻപുള്ള ഉത്തരവ് അനുസരിച്ച് അവിടെ ഒന്നുമില്ല. ഇപ്പം പുതിയൊരു കീഴ്വഴക്കം ഈ കെജ്രിവാളിൻ്റെ കേസിലൂടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. അത് പഞ്ചാബ് ഹൈക്കോടതിയിൽ സംഭവിച്ചു. അവിടെ ഒരു സാധാരണ ഒരു കോൺഗ്രസിൻ്റെ മുൻ MLA ആയിരുന്ന ഒരാൾ, അയാൾ ജയിലില്ല. അയാൾ ഈ കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയിലെ വിധി, അതായത് ഇൻട്രീം ബെയിൽ കൊടുത്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ കോപ്പി എടുത്ത് വെച്ച് ഒരു പെറ്റീഷൻ പഞ്ചാബ് ഹൈക്കോടതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥയും സിമിലറാണ്, ഞാൻ ED കേസിൽ പ്രതിയാണ്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ ED പറഞ്ഞു, ഇയാൾ മുഖ്യമന്ത്രിയൊന്നുമല്ല, അപ്പോൾ എനിക്ക് നാളെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇലക്ഷന് മുമ്പ് എനിക്കും രാഷ്ട്രീയ പ്രചരണം നടത്തണം, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പിന്നെ കെജ്രിവാളിനേക്കാൾ എനിക്ക് മെറിറ്റുണ്ട്, കെജ്രിവാൾ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ഒന്നുമല്ല, എനിക്ക് ജാമ്യം കിട്ടിയാൽ എനിക്ക് അധികാരമില്ല, പഞ്ചാബിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, കോൺഗ്രസ് പ്രതിപക്ഷത്താണ്, അതുകൊണ്ട് ഞാൻ ഒരു തെളിവ് നശിപ്പിക്കാൻ പോകുന്നില്ല, എനിക്കൊരു സ്വാധീനവുമില്ല. പക്ഷേ എനിക്ക് ഇലക്ഷൻ പ്രചരണം നടത്താനുള്ള അവകാശമുണ്ട്. ഇനി മാത്രമല്ല, കെജ്രിവാളിന് കോടതി പറഞ്ഞിട്ടുണ്ട്, കെജ്രിവാൾ 9 തവണ ED നോട്ടീസ് അയച്ചിട്ടും വരാത്ത ആളാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിയമവ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല. അത് കോടതി സുപ്രീം കോടതിയിൽ ഇടക്കാല ജാമ്യം കൊടുക്കുന്നതിൽ പറയുന്നുണ്ട്, 9 തവണ കിട്ടിയ നോട്ടീസിനെ മാനിച്ചില്ല, അത് ശരിയായ നടപടിയല്ല, എന്നാലും ഞങ്ങൾ ജാമ്യം കൊടുക്കുകയാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഈ പഞ്ചാബിലെ കക്ഷി പറഞ്ഞെന്താണ്, എനിക്ക് ED കിട്ടിയ എല്ലാ നോട്ടീസിലും ഞാൻ ഹാജരായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കെജ്രിവാളിനൊക്കെ കൂടുതൽ ജാമ്യം കിട്ടാൻ എനിക്കാണ് അർഹത എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തപ്പോൾ പഞ്ചാബ് ഹൈക്കോടതി എന്ത് ചെയ്തു? ഇയാൾക്ക് ഇൻ്ററിം ബെയിൽ കൊടുത്തു. നമ്മൾ ഇന്നലെ TG മോഹൻദാസ് ആ ജഡ്ജ്മെൻറ്റ് വെച്ചൊരു ടോക്ക് ഷോ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോകൾ നോക്കിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നോക്കൂ, സുപ്രീം കോടതി ഇങ്ങനൊരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി ഇന്ത്യയിലെ ഹൈക്കോടതികൾ അതൊരു കീഴ്വഴക്കമായി, ഒരു പുതിയ പ്രവണതയായി അംഗീകരിച്ച് ഇലക്ഷൻ കാലത്ത് എന്ത് തോന്നിയാസം ചെയ്താലും ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടും എന്ന തരത്തിലേക്ക് നടപ്പാക്കി തുടങ്ങി. അപ്പോഴാണ് ആ വിധി പുറപ്പെടുവിച്ച അതേ ബെഞ്ചിൽ കപിൽ സിബൽ എന്നുള്ള അഭിഭാഷകൻ മുഖേന ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ചെന്നിട്ട് ജാമ്യം കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഞാനൊരു നിയമ വിദഗ്ധനല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് എ സാധാരണക്കാരൻ എന്ന നിലയിൽ, ആസ് എ സിറ്റിസൺ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇതെന്ത് നീതിയാണ്? ഇതിനകത്ത് നീതികേടുണ്ടോ? ഇതിലെന്താ ശരിയുള്ളത്? ശരികേടെന്താ? ഒരുപക്ഷെ കോടതി നമ്മളാരും നിയമജ്ഞരല്ലോ, നമ്മൾ കാണാത്ത എന്തെങ്കിലും കുഴപ്പങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കെജ്രിവാളിന് കൊടുത്ത അതേ പാരാമീറ്റർ സോറിന് കിട്ടാതിരുന്നത്. അത് എന്തായാലും ഇനിയിപ്പോൾ 21-ാം തീയതി വെക്കേഷൻ ബെഞ്ച് ഹേമന്ത് സോറൻ്റെ കേസിൽ വീണ്ടും വാദം കേട്ട് തീരുമാനിക്കുമോ അദ്ദേഹത്തിന് ജൂൺ 1 മുമ്പ് വോട്ട് ചെയ്യാനും പ്രചാരണം നടത്താനും അവസരം കിട്ടുമോ എന്ന് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.